നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളിളക്കമുണ്ടാക്കിയ ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന് CBI. തെളിവുകൾ ഇല്ലാതെ ISROയിൽ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചാരവൃത്തി നടന്നിട്ടില്ലെന്നും നമ്പി നാരായണനെ കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നെന്നും സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് DK ജെയിൻ സമിതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് CBIക്ക് കൈമാറിയതും CBI അന്വേഷിച്ചതും. മുൻ DGP CB മാത്യൂസ്, മുൻ സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്ന S വിജയൻ, മുൻ SP KK ജോഷ്വ, ഇൻ്റലിജൻസ് ബ്യൂറോ മുൻ ഉദ്യോഗസ്ഥരായ RB ശ്രീകുമാർ, ജയപ്രകാശ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമച്ച ഒരാളെ പ്രതിയാക്കൽ, വ്യാജ തെളിവുണ്ടാക്കൽ, മനഃപൂർവ്വം മുറിവുണ്ടാക്കൽ, ബലം പ്രയോഗിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കലിൽ വെച്ച് പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നമ്പി നാരായണനെയും മറ്റൊരു പ്രതിയായിരുന്ന, അന്ന് കേസിൽ പ്രതിയായിരുന്ന മറിയം റഷീദയെയും കസ്റ്റഡിയിൽ മർദ്ദിച്ചതായും CBI കണ്ടെത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടായിട്ടും ചാരമാകാതെ കിടക്കുന്ന ഈ കേസിലെ CBIയുടെ കണ്ടെത്തലുകളാണ് ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. BJP വക്താവ് പാലോട് സന്തോഷ്, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്ക, MK ഹരിദാസ്, അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവ അതിഥികളാകുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. ശ്രീ ഹരിദാസ, ചാരക്കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 30 വർഷമാകുന്നു. കേസിലെ ഗൂഢാലോചന CBI പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നമ്പി നാരായണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. ഒരു വ്യക്തിക്കെതിരെയുള്ള പോലീസ് അതിക്രമം. സാധാരണ പോലീസിനെതിരെ കേസ് നടത്താൻ ആരും മെനക്കെട്ടിറങ്ങാറില്ല. പക്ഷേ അദ്ദേഹം അത് ചെയ്തു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. 1996 മെയ്യിൽ തന്നെ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി. പിന്നീട് കേസുമായി മുന്നോട്ട് പോയത് ഈ കടുങ്കൈ ചെയ്തത് ആരാണെന്ന് അറിയാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായതിൽ നമ്പി നാരായണന് അഭിമാനിക്കാമല്ലേ? അഭിമാനിക്കുക എന്നൊക്കെ ഉള്ളൊരു വാക്കിൽ ഒതുങ്ങുക ശ്രീ അനിൽ നമ്പ്യാർ. ആ മനുഷ്യനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടോ അല്ലെങ്കിൽ സഹനശക്തിയുടെ പ്രതീകമായിട്ടോ ഒക്കെ നമ്മൾ കാണണ്ടേ. അദ്ദേഹം ഈ കേസിൻ്റെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് എന്നാണ് പറയുന്നത്. അതായത് അച്ഛൻ ഈ വിഷയത്തിൽ ആരാണോ അച്ഛനെ കുടുക്കിയത്, ഇതൊരു വ്യാജമായ പരാതിയും വ്യാജമായ കേസുമാണെന്ന് തെളിയിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ തലമുറകൾ ആ പാപഭാരം ചുമക്കേണ്ടി വരും. കാരണം പിന്നീട് ഇത് തെളിയിക്കപ്പെടില്ല, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്കൊന്നും ആവില്ല. അതുകൊണ്ട് അച്ഛൻ ആത്മവീര്യം കെടാതെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആ മകളെ കൂടി ഞാൻ ഈ സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് ശ്രീ അനിൽ നമ്പ്യാർ. പിന്നെ ഈ ചർച്ച ഇന്ന് നടത്താൻ അങ്ങേയറ്റം യോഗ്യതയുള്ള ഒരു ചാനലേ താങ്കളുടെ ഈ ജനം TV ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്നവർക്ക് പറയാം, അന്ന് ഈ ചാനൽ ഉണ്ടായിരുന്നു, അന്ന് ആ ചാനലും അങ്ങനെ പറയുമായിരുന്നു. അതായത് ഇതിലെ ഈ ഒരു 4-5 പോലീസ് ഉദ്യോഗസ്ഥരുടെ, കുൽസിത ബുദ്ധികളായ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ സംബോധന ചെയ്യാൻ എൻ്റെ നാക്കിൽ വരുന്ന വാക്കുകൾ വേറെയാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാവിധ ഇന്ധനവും ഈ ഒരു മഞ്ഞ പത്രങ്ങളെപ്പോലെ ഇവിടുത്തെ ഈ മാധ്യമം, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ മാധ്യമം ചെലുത്തി എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് ഇതിൽ
ജനം പോലുള്ളൊരു ചാനലിൽ നിന്ന് ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോഴത്തെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ സിബി മാത്യു എന്ന് പറയുന്ന ബുദ്ധിജീവി, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കേസുകളെയൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ രോമാഞ്ചം വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കൊരു രോമാഞ്ചം വന്നിട്ടില്ല. കാരണം കേവലം ഒരു സബ് ഇൻസ്പെക്ടർക്ക് തെളിയിക്കാവുന്ന കേസുകളൊക്കെയാണ്. അതിൽ നമ്മുടെ ഈ എന്താണ് വാറ്റുചാരായം, കല്ലുവാതുക്കൽ വാറ്റുചാരായത്തിൻ്റെ കേസ്, അതൊക്കെ ആരന്വേഷിച്ച് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ പരിണാമം സിദ്ധിക്കുന്ന കേസുകളാണ് അതൊക്കെ. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ള വലിയൊരു കാര്യമുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർക്ക് ഓർമ്മ ഉണ്ടാവും, ഈ ജനറേഷനൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. അതായത് ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിനെ ഒരു പെൺകുട്ടിയെ 40-45 പേര് കൂടി പീഡിപ്പിച്ച കേസിൽ നിന്ന് അദ്ദേഹം തലയൂരിക്കൊടുത്തത് എന്തായിരുന്നു ആ കേസിൻ്റെ റിപ്പോർട്ടിലെ വാചകം എന്നറിയോ? അതായത് പെൺകുട്ടി പറയുന്ന സമയത്ത് മനുഷ്യശക്തിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്തിലായിരുന്നു ആ പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും അത് എത്തിപ്പെടാൻ പറ്റില്ല. ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ രീതി പറഞ്ഞിട്ടുള്ളത് വളരെതാണ്. അവിചാരിതമായി കിട്ടിയ ഈ പ്രതി ആരാണ്, തന്നെ ഈ പീഡിപ്പിച്ച പ്രതി ആരാണെന്ന് ആ കുട്ടിക്ക് അറിയണ്ടായിരുന്നില്ല. കേസൊക്കെ ഒരുപാട് മുൻപോട്ട് പോയപ്പോഴാണ് ഒരു രാഷ്ട്രീയ വാരികയുടെ കവർ ചിത്രമായിട്ട് ഈ മനുഷ്യൻ്റെ മുഖം കാണുകയും അത് എന്നെ പീഡിപ്പിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും, അപ്പോൾ ആ പെൺകുട്ടി ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരത്തിലൊരു അവയവത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ വരെ അദ്ദേഹം എഴുതിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ കുൽസിത ബുദ്ധിയായ സിബി മാത്യു എന്ന് പറയുന്ന വ്യക്തി ആ രാഷ്ട്രീയ നേതാവിനെ രക്ഷിച്ചു കൊടുത്തിട്ടുള്ള ആ സമയത്ത് തന്നെ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം കറ വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ അനിൽ നമ്പ്യാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം ഒരു 5 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് IBD ആയാലും മറ്റേ കേരള പോലീസിൻ്റെ ആയാലും നടത്തിയ ഈ കുൽസിത പ്രവൃത്തിയിൽ നമ്മുടെ ഇന്ത്യയിലെ പോലീസുകാർക്കും ഇന്ത്യയിലെ ഈ ISRO എന്ന് പറയുന്ന മഹൽ പ്രസ്ഥാനത്തിൻ്റെ മേലും വീണ ചളി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകിക്കളയാൻ പറ്റാത്തതാണ് ഇവർ ചെയ്തിട്ടുള്ള ഈ കുൽസിത ബുദ്ധിയുടെ പേരിൽ. ഇതിൻ്റെ ഏതൊരു വിഷയത്തിലും ഒരു ഗുണഭോക്താവ് ഉണ്ടാവും അനിൽ നമ്പ്യാർ. ഇതിൻ്റെ അന്നത്തെ ഗുണഭോക്താക്കൾ CPM ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം ഞാൻ അന്ന് ഈ സംഭവത്തിൻ്റെ കത്തി നിൽക്കുന്ന സമയത്ത് ഈ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ചിട്ടില്ല. ഞാനന്ന് മദ്രാസിൽ സെറ്റിൽഡാണ്. ഞാൻ എൻ്റെ ഫാമിലി കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് അവിടെ നിന്ന് പോന്നപ്പോൾ ഒലവക്കോട് നിന്ന് അറിഞ്ഞു ഹർത്താലാണ്. എന്തിനാണെന്നറിയോ? ഈ നമ്മുടെ രമൺ ശ്രീവാസ്തവയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഗുരുവായൂരിലെ വീട്ടിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് എൻ്റെ കഷ്ടപ്പാടിനെ ഓർത്തല്ല. ആ രമൺ ശ്രീവാസ്തവയെ ഇതിൻ്റെ അന്നത്തെ ഗുണഭോക്താക്കളായിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടി പിന്നീട് 2016 മുതൽ 2021 വരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മറ്റേ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിച്ചതൊക്കെ കാലത്തിൻ്റെ ചില കണക്ക് തീർക്കലായിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതേ രമൺ ശ്രീവാസ്തവയെ പിടിച്ചിട്ട് 5 വർഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുണഭോക്താക്കൾക്കൊക്കെ ഈ കാര്യത്തിൽ എന്ത് നേടി? ആരാണ് ഈ സ്മാർട്ട് വിജയൻ? ഈ സ്മാർട്ട് വിജയൻ ഈ കേസ് കെട്ടിച്ചമച്ചതിനെ കുറിച്ചിട്ട് ഋഷിരാജ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അത് ഈ കേസിനെ കുറിച്ചിട്ടല്ല, അദ്ദേഹത്തിനൊരു വീട് വേണം, ഋഷിരാജ് സിംഗിനൊരു വീട് വേണം. ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അത് ഈ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ വീടുകളൊന്നും കിട്ടാനില്ല, ഇവിടെ മാലിയിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ താമസിച്ചിട്ട് വീടുകളൊന്നും കിട്ടാനില്ല എന്നുള്ളതിൽ നിന്ന് ഈ മനുഷ്യൻ്റെ ഡിക്റ്റേറ്റീവ് ബുദ്ധിയിൽ ഉടലെടുത്തതാണ് എന്തിനാണ് ഇവിടെ ഈ മാലിദ്വീപുകാർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഈ കേസ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ കഴിവും തൻ്റെ ഇടവും ഒക്കെ. ശ്രീ ഹരിദാസ്, ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്ന് പിടിച്ചതിലെ പ്രകോപനം, അതാണ് കേസിന് ആധാരം എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. കടന്നു പിടിച്ചു, മറിയം റഷീദ പ്രതികരിച്ചു, അത് പക്ഷേ സ്മാർട്ട് വിജയന് ഇഷ്ടപ്പെട്ടില്ല. അവിടെയാണ് കേസ് തുടങ്ങുന്നത് എന്ന് CBI ഈ ചാർജ് ഷീറ്റിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും IB ഉദ്യോഗസ്ഥ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു നമ്പി നാരായണനെയും മറിയം റഷീദയെയും ഒക്കെ. വ്യാജരേഖകളുണ്ടാക്കി എന്നുള്ളതാണ്. ഈ രേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിൽ അന്ന് CI റാങ്കിൽ ഉണ്ടായിരുന്ന KK ജോഷുവ ആയിരുന്നു.
മാത്രമല്ല ചാരവൃത്തി നടത്തി എന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല. പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയതുമില്ല. ബോസായ സിബി മാത്യൂസിന് വേണ്ടി ജോഷുവ കൃത്രിമ രേഖ ഉണ്ടാക്കി എന്നാണ് CBIയുടെ കണ്ടെത്തൽ. മാത്രമല്ല താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്നത്തെ ദിനപത്രങ്ങൾ ഏത് രീതിയിലാണ് കഥകൾ എഴുതി തള്ളിയത് ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനലായിട്ട്, മറ്റ് ചാനലുകളൊന്നും അന്ന് ഉദയം ചെയ്തിരുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾക്കും നമ്പി നാരായണനെയും അതുപോലെ മറിയം റഷീദയെയും ഈ കേസിൽ പ്രതി ചേർത്തതിന് അല്ലെങ്കിൽ കുറ്റവാളികളാക്കിയതിന് മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് അല്ലേ? ഒരു സർപ്പക കഥ വായിക്കുന്നത് പോലെയാണ് അന്നത്തെ ദിനപത്രങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്. അപസർപ്പക കഥ എന്നൊക്കെ ഇതിന് പറയാൻ പറ്റുമോ? ഇത് ഈ മഞ്ഞ ആ സമയത്ത് ഇപ്പോൾ തുറന്നു പറയാനുണ്ട്, കുഴപ്പമില്ല. അന്നത്തെ ചെറുപ്പക്കാർ അവരുടെ നമ്മൾ പറയില്ലേ അവരുടെ ലൈംഗിക വികാരം അടിമപ്പെടുത്തിയിരുന്നത് ഈ പലതരം പുസ്തകങ്ങൾ, ഈ കടകളിൽ തൂങ്ങിക്കിടക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. അതിലത്തെ കഥകൾ 99.9% കെട്ടുകഥകളാണെന്നുള്ളത് അത് വായിക്കുന്നവർക്കും അറിയാം. പക്ഷെ അത് വായിച്ച് രോമാഞ്ചകുഞ്ചുകരായിരുന്ന അന്നത്തെ അക്കാലത്തെ യുവാക്കളുടെ അവസ്ഥയിലേക്കാണ് ഇത്തരം അന്നത്തെ പത്രമാധ്യമങ്ങളും ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലൊക്കെ പോയത് എന്ന് ആലോചിക്കുമ്പോൾ ഇല്ലാത്ത കെട്ടുകഥകൾ ഓരോ ദിവസവും. ഈ മനുഷ്യൻ എവിടെ എത്തിച്ചേരേണ്ട ഒരു മനുഷ്യനായിരുന്നു അനിൽ നമ്പ്യാർ. നമ്മുടെ ഈ ISRO എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള പല ജൂനിയേഴ്സും അതിൻ്റെ തലവന്മാരാവുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മനുഷ്യൻ ഇതൊക്കെ ആവേണ്ട ഒരു വ്യക്തിയെ ഇത്തരം ഒരു കേസിൽ കുടുക്കിയിട്ട് ഇനി അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ച കാര്യം, അദ്ദേഹത്തെ ഒരു ബെഞ്ചിൽ കിടത്തിക്കൊണ്ട് ഉരുട്ടിയ കാര്യമൊക്കെ അദ്ദേഹം എഴുതിയത് വായിച്ചിട്ട് ഞാൻ ഒരു എക്സാജറേഷനും അല്ല പറയണത്, എനിക്ക് സത്യത്തിൽ ഭയം തോന്നി. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ചില മാധ്യമങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ഏത് നിമിഷവും പിടിച്ചിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ കുടുക്കിയിട്ട് അവൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരവസ്ഥയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഈ നമ്പി നാരായണൻ്റെ കേസ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയോ. എന്താണ് ഇവർ നേടിയത്? എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? താങ്കൾ പറഞ്ഞതിൽ നിന്നൊന്ന് തുടർന്ന് പറയണം. ഇതേ ജോഷുവ ഇപ്പോൾ ഇതേ സിബി മാത്യുവിനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ കളിയാണ് അനിൽ നമ്പ്യാർ. ഇതൊക്കെ നമ്മൾ ഈ ചർച്ചയിൽ ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പോൾ തൻ്റെ ജീവിതം ഇല്ലാതാക്കി താൻ ഏകദേശം ജയിലിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ മുഴുവൻ പറയുന്നൊന്നുമില്ല. ഈ നമ്മുടെ എന്താ പറയേണ്ട ആദരണീയനായ വയോവൃദ്ധനെ ഇവർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് കാണാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും സംശയമാണ്. കാരണം മണിക്കൂറിന് ലക്ഷങ്ങളും കോടികളും ഫീസ് വാങ്ങുന്ന ആരെങ്കിലുമൊക്കെ കയറി നിന്നിട്ട് ഇതൊക്കെ ഈ കേസ് പോലെ തന്നെ കെട്ടിച്ചമച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല. പക്ഷേ ഇവരൊക്കെ ജയിൽ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ കുടുക്കിയ തൻ്റെ മേധാവിക്കെതിരെ ഇപ്പോൾ കേസുമായിട്ട് വന്നിട്ട് ഹൈക്കോടതി അത് സ്ട്രോങ് ആക്കിയിരിക്കുകയാണെന്നുള്ളതും ഇതിൻ്റെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഓരോരുത്തർക്കും കാലം കൊടുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇവരൊക്കെ വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഈ പാവപ്പെട്ട ഈ ഒരു മനുഷ്യനെയും രണ്ട് സ്ത്രീകളെയും, ഇപ്പം അനിൽ നമ്പ്യാർ നേരത്തെ പറഞ്ഞത് ഞാൻ ഇന്നാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വിവരം അറിയണ്ടായിരുന്നില്ല. ഈ ബ്ലഡി ഇഡിയറ്റ് ഈ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചതിന് ആ സ്ത്രീ, കാരണം ഇവരൊക്കെ ഇവിടേക്ക് ഈ ശരീരം വിൽക്കാൻ വരുന്നവരായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കയറി പിടിക്കാൻ നിന്നതിനെ എതിർത്തതിൻ്റെ പേരിലാണ് ഇത്. അല്ല ശ്രീ ഹരിദാസ്, അന്നേ ഞങ്ങൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു, ഈ കേസിന് ആധാരം ഇതൊക്കെയാണെന്ന്. കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക ചോദന, അദ്ദേഹത്തിന് ഭോഗിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മറിയം റഷീദയെ നേരിട്ട് അറിയിച്ചു. പക്ഷേ അവർ അതിന് സമ്മതിച്ചില്ല. തുടർന്നായിരുന്നു പ്രതികാര ബുദ്ധിയോടുകൂടി ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചത്. അന്നത് അന്തരീക്ഷത്തിൽ നമ്മൾ കേട്ട വാർത്തയാണ്. പക്ഷേ ഇന്നിപ്പോൾ CBI ഈ ഗൂഢാലോചന കേസ് അന്വേഷിച്ചതോടെ ആ സത്യം ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. 3 പതിറ്റാണ്ടിന് ഇപ്പുറത്താണ് കേട്ടോ. അന്ന് കിംവദന്തികൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ CBIയുടെ കുറ്റപത്രത്തിൽ ഇതെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ പോലീസ് അതുപോലെ മാധ്യമങ്ങൾ ഒക്കെ ഒരുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഏത് വലിയവനെയും ഏത് പ്രതിഭയെയും ഏത് VVIPയെയും വേണമെങ്കിൽ അവർക്ക്
കേസിൽ പ്രതി ചേർക്കാം. അതാണ് സംഭവിച്ചത്. അതാണ് നമ്പിനാരായണൻ ഇന്ന് പറഞ്ഞത്. അതായത് ഇത് പോലീസ് അട്രോസിറ്റി എഗെയിൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരിക്കലും ഒരു സാധാരണക്കാരൻ പോലീസിന് എതിരെ നിയമയുദ്ധത്തിന് തയ്യാറാവില്ല. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ കൂടുതൽ കേസുകൾ കെട്ടിച്ചമച്ചെന്ന് വരാം. പക്ഷേ ഇദ്ദേഹം ഫൈറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അജണ്ട ഒന്ന് മാത്രമായിരുന്നു, താൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. അത് 96 തന്നെ തെളിഞ്ഞു. പക്ഷേ താൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് തെറ്റ് ചെയ്തത് അത് കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടം. അതിനു മുമ്പാണ് വലിയൊരു സല്യൂട്ട് നമ്പിനാരായണന്. നമ്മളെപ്പോലുള്ളവർ ഇപ്പോഴും, അതായത് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ആ നീതി ദേവത കനിഞ്ഞ് അനുഗ്രഹിക്കും, അങ്ങനെ ഒരു പ്രത്യാശ, ആ പ്രത്യാശ ഫലം കണ്ടെത്തിയിരിക്കുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. അദ്ദേഹം മധ്യവയോധികനാണ്. അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ ആരാണ് ഈ കേസിന് പിറകിൽ എന്ന് ഒരുപക്ഷെ കണ്ടെത്തുക അസാധ്യമായിരിക്കാം. പക്ഷേ ജീവിച്ചിരിക്കെ തന്നെ ഇതാ പ്രതികൾ 5 പേർ, നേരത്തെ 18 പേരായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ തുടർ അന്വേഷണത്തിന് ശേഷം 5 പേരെയാണ് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള പോലീസിലെ 3 ഉദ്യോഗസ്ഥർ, ഇൻ്റലിജൻസ് ബ്യൂറോയിലെ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിലെ 2 ഉദ്യോഗസ്ഥർ. ഇത് ചെറിയ കാര്യമല്ല. അനിൽ നമ്പ്യാർ പറഞ്ഞതിനൊരു ചെറിയ തിരുത്ത് ഞാൻ പറയണം. പ്ലീസ്. രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തി, അവൻ എത്ര പണക്കാരനാവട്ടെ, അവന് സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടാവട്ടെ, അവനെ, അല്ലെങ്കിൽ അവനൊരു ശാസ്ത്രജ്ഞനാവട്ടെ, അവനൊരു ഡോക്ടറാവട്ടെ, അവനെ കൊടുക്കാൻ നമ്മുടെ പോലീസ് കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലവൻ ബലിയാടായി തീരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. രാഷ്ട്രീയ പിന്തുണ ഇല്ലെങ്കിൽ, രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ നമ്മളിപ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. അനിൽ നമ്പ്യാർ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, എല്ലാ കേസുകളിലും എല്ലാ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരും ചില കൃത്രിമത്വമൊക്കെ കാണിക്കാണ്ട് ഒരു കേസ് കോടതിയിൽ എത്തിച്ചിട്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിൽക്കുന്ന വിൻസെൻ്റ് എംപോൾ അന്വേഷിച്ച നമ്മുടെ മുത്തൂറ്റ് പോൾ വധക്കേസിലെ ഒരു കത്തി അദ്ദേഹം ഉണ്ടാക്കിയ കേസ്, അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടല്ല കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. അദ്ദേഹവും പിന്നീട് അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രതി ചെയ്ത കൊലപാതകത്തിന് ഉപയോഗിച്ച ഒരു ആയുധം കൃത്രിമമായി ഉണ്ടാക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിന്നു എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു കേട്ടതിൻ്റെ നമുക്കതിൻ്റെ സത്യസ്ഥിതി അറിയില്ല. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പ്രതിയാണത് പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ കൊടുന്നു വെച്ചതാണെന്നുള്ളതൊക്കെ എന്തോ ആവട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ ചെയ്യാണ്ട് ഇവിടുത്തെ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കൃത്രിമമായ തെളിവുകൾ എത്രയാണ്? ഈ IB ഓഫീസർ, ഈ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി വാചാലനാവുന്നുണ്ട്. അദ്ദേഹം ഈ യൂട്യൂബ് ചാനലിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ലേ, സംസ്ഥാന പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ വന്നിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിവരം പോലും അദ്ദേഹത്തിനില്ല. ഇത്രയും വിവരദോഷിയായ ഒരാളാണോ ഈ IB വരയ്ക്ക് എത്തിയിട്ടും? അതുമാതിരി തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം ഗുജറാത്തിലെ DGP ആയിരുന്നിട്ടുള്ള വ്യക്തിയാണെന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആ കാലഘട്ടത്തിൽ നടന്നത്? ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയ പർവ്വതം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിച്ച ഈ സംഭവത്തിലൂടെ നമ്മുടെ കേരളത്തിലെ ഇതിന് മെനഞ്ഞെടുത്ത കഥകൾ എന്തിനു വേണ്ടിയായിരുന്നു? ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ CBI ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് അനിൽ നമ്പ്യാർ, നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഈ വന്യവയോധികനെ, ഈ ആദരണീയനായ ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ട വ്യക്തി എന്ന് ഞാൻ മുദ്ര കുത്തുന്ന, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, ആ വ്യക്തിക്ക് ഇവർ ശിക്ഷിക്കപ്പെടുന്നത് വിചാരണ കോടതിയിലെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടാക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളൂ. ശ്രീ പാലോട് സന്തോഷം, ഒരുപക്ഷെ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി താങ്കളായിരിക്കും. എന്നോട് നമ്പിനാരായണൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിൽ കൂടെ ചേർന്ന് മുന്നണി പോരാളികളിൽ ഒരാളായി പ്രവർത്തിച്ചത് താങ്കളാണ്. പാലോട് സന്തോഷം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഇപ്പോൾ CBI പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഈ നിയമ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് താങ്കളും വഹിച്ചിട്ടുണ്ട്. പാലോട് സന്തോഷ്, ഇവിടെ സിബി മാത്യൂസ്, അദ്ദേഹം കേരള പോലീസിലെ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി ഒക്കെ നേടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കള്ളക്കഥകളൊക്കെ പുറത്തു വന്നു. ചില കാര്യങ്ങൾ ഇപ്പോൾ ഹരിദാസ് തുറന്നു പറയുകയും ചെയ്തു. ഈ സിബി മാത്യൂസ് ആരുടെ ചട്ടുകമായിട്ടായിരിക്കും പ്രവർത്തിച്ചത്? എനിക്ക്
ഒറ്റ കാര്യം പരാമർശിക്കാനുള്ളൂ. അതായത് ഇപ്പോൾ CBI ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ട് 5 ഉദ്യോഗസ്ഥരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയിൽ ചില രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി ഇതിൻ്റെ നാൾവഴികളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ചിലർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കില്ലേ? അവരുടെ ചട്ടുകമായിട്ടല്ലേ CB മാത്യൂസ് പ്രവർത്തിച്ചത്? പാലോട് സന്തോഷ്. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അനിൽ നമ്പ്യാർ. അതോടൊപ്പം താങ്കളും ജനൻ ടിവിയും കുറെ ഞങ്ങളെ ഈ പോരാട്ടങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്, അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ലോകത്ത് നമ്പിനാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ ശാസ്ത്ര സാമ്പത്തിക സാങ്കേതിക ഗവേഷണ രംഗത്ത് ഒരു വൻ ശക്തിയാകേണ്ട ഒരു പ്രോഗ്രാമിനെയാണ് ഗൂഢാലോചനയിലൂടെ അമേരിക്ക അറിയാലോ, ഒരു ചാരസംഘടനയുടെ തിരക്കഥയിലൂടെ യഥാർത്ഥത്തിൽ RBIയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഗുജറാത്തിലെ DGP ആയിരുന്ന RB ശ്രീകുമാറും കേരളത്തിലെ DGP ആയിരുന്ന CB മാത്യൂസും ആരാണോ രാജ്യദ്രോഹി എന്നും രാജ്യത്തിന്റെ വികസന വിരുദ്ധനെന്നും ഇവർ പ്രഖ്യാപിച്ചത് നമ്പി നാരായണയാണെങ്കിൽ ആരാണ് യഥാർത്ഥ രാജ്യദ്രോഹികളെന്ന് കേരള മനസാക്ഷിയും ഇന്ത്യൻ മനസാക്ഷിയും നോക്കിക്കാണേണ്ടതുണ്ട്. നമ്പി നാരായണൻ നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും അതിന് അട്ടിമറിക്കപ്പെട്ടതാണെന്നും അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണല്ലോ. പൊതുസമൂഹത്തിൽ ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞല്ലോ ആരെല്ലാം ഗൂഢാലോചന നടത്തിയെന്ന്. MM ഹസൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ VM സുധീരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. K മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പത്മജ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. K കരുണാകരനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സ്നേഹിച്ചവർ തന്നെ ചതിച്ചു. MI ഷാനവാസിന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തി എന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞില്ലേ? ഈ അവസരങ്ങളിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച ശാസ്ത്രജ്ഞനെയും നമ്മുടെ രാജ്യത്തിനെയും ഒറ്റിക്കൊടുക്കുകയും മറുഭാഗത്ത് K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനു വേണ്ടി A ഗ്രൂപ്പ് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന, 2 ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ചിട്ട് കേന്ദ്ര സ്ഥാപനമായ ISROക്കെതിരെ കേസെടുക്കാൻ അധികാരമില്ല എന്ന് അറിഞ്ഞുകൂടാത്ത ആളാണോ മിസ്റ്റർ CB മാത്യൂസ്? IBക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനും മർദ്ദിക്കാനും അധികാരമില്ല മിസ്റ്റർ ശ്രീകുമാർ. അദ്ദേഹം ഗുജറാത്ത് DGP ആയിരുന്ന ആളാണ്. മിസ്റ്റർ ശ്രീകുമാർ പോലീസ് അറസ്റ്റ് ചെയ്ത് IBക്ക് കൈമാറുമ്പോൾ എങ്ങനെയാണ് IB ഈ മറിയം റഷീദയെയും നമ്പി നാരായണനെയും മൃഗീയമായി പൈശാചികമായി മർദ്ദിച്ചിട്ട് തിരക്കഥ ഉണ്ടാക്കിയത് ആർക്കു വേണ്ടി? നേരത്തെ അങ്ങ് ചോദിച്ചല്ലോ. കേരളത്തിലെ നമുക്കറിയാം, ഒരുപക്ഷെ നമ്പി നാരായണന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അവർ മെന്റലി അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. കുടുംബം മുഴുവൻ ചാരന്മാരാക്കി, പുറത്തിറങ്ങാൻ നിവർത്തിയില്ല, അമേദ്യം കൊണ്ടെറിയുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും വലിയ പോരാട്ടം നടത്തി, നിയമ പോരാട്ടം നടത്തി. ഞാൻ ഒരു കാര്യം കൂടി ഈ ചർച്ചയിലൂടെ ഉന്നയിക്കാൻ അനിൽ നമ്പ്യാർ, ഈ നമ്പി നാരായണനും നമ്മളും ഞാൻ ഉൾപ്പെടുന്ന കർമ്മവേദിയും ഈ കേസുമായി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ ചാരക്കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് ആരറിയുമായിരുന്നു? ഒരു കാര്യം കൂടി പറയുന്നു, ഞാൻ അങ്ങയോട് പറയുന്നു, കഴിയുമെങ്കിൽ ജനൻ TV നാളെ കേരളത്തിലെ 3-4% ആൾക്ക് മാത്രമാണ് അനിൽ നമ്പ്യാർ ഈ ചാരക്കേസ് എന്താണെന്ന് അറിയുന്നത്. ഇപ്പോഴും പലരും പറയുന്നത് പല രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് മറിയം റഷീദും പോലീസുകാരും തമ്മിലുള്ളത് എന്നൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു. എത്രമാത്രം ഇതിന്റെ പിന്നിൽ ത്യാഗപൂർണമായ പോരാട്ടം നടത്തി എന്നുള്ള നമ്മൾ ചിന്തിക്കണ്ടേ? എത്ര വർഷമായി? അപ്പൊ സ്വാഭാവികമായും എന്നെ പോലുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ നമ്പി നാരായണൻ ആദ്യം കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സാർ ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പറ്റ ചെറുപ്പക്കാർ ഞങ്ങൾ ജീവൻ പോയാലും ശരി അങ്ങയോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനൊരു സാക്ഷി ഉണ്ടായിരുന്നു. അത് നമ്മുടെ പഴയ മന്ത്രി K രാമേന്ദ്രൻ മാഷാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അങ്ങനെ എന്തുമാത്രം പോരാട്ടങ്ങളിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജനൻ TVയുടെ അഭ്യർത്ഥിക്കാനുണ്ട്, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ ഈ പറഞ്ഞ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ,
പലരും ഇതില് ചാരക്കേസ് നടന്നിട്ടുണ്ടെന്നല്ലോ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അവർ പറയണ്ടേ 1993-94 നമ്മുടെ ISRA ഇതുണ്ടായിരുന്നോ, ക്രയോജനിക് ഉണ്ടായിരുന്നോ? വേറെ സംഭവം കൂടി പറയാം. ഈ സിബി മാത്യൂസ് എന്ന് പറയുന്ന പമ്പര വിഡ്ഢി, അദ്ദേഹം ആദ്യമായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ISRO എന്ന് പറയുന്ന മിസൈൽ ടെക്നോളജി ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നല്ല പറഞ്ഞേ. മിസൈൽ ടെക്നോളജി ഉണ്ടാക്കുന്ന സ്ഥാപനമാണെന്നും ഇവിടെ നിന്ന് മിസൈൽ ടെക്നോളജി ശത്രുരാജ്യങ്ങൾക്ക് കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ CBIയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പോലീസ് ഓഫീസർമാരെ കുറിച്ചിട്ട്. അൺപ്രൊഫഷണൽ ആണ്, അൺടാലന്റഡ് ആണ്, വളരെ വ്യക്തമല്ലേ? മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കേസ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഞാൻ ഉൾപ്പെടെ, ചെറിയാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. ഒരുപക്ഷെ നമ്പി നാരായണൻ ആദ്യം 50 ലക്ഷം രൂപ കൊടുത്തത് ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി 12ാം ദിവസം അവർ ഈ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ട് 50 ലക്ഷം രൂപ കൊടുത്തത്. ഇതെല്ലാം വളരെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമാണ്. എന്നാൽ എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായ രാഷ്ട്രീയവും ഇതിന്റെ പിന്നിൽ നടന്ന അന്തർദേശീയ ഗൂഢാലോചനയും? ഈ അന്തർദേശീയ ഗൂഢാലോചനയ്ക്ക് നമ്മുടെ IB-യിലെ ഉദ്യോഗസ്ഥർ, നിങ്ങൾക്കറിയാമോ ഈ RBC കുമാർ? ഈ RBC കുമാർ ഞാൻ ഏതൊരു ചാനൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം വഞ്ചൂർ ജംഗ്ഷനിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ എന്നോട് ഇയാൾ കയർത്ത് സംസാരിക്കുകയാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പൊതുസമൂഹത്തിൽ വാ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എന്താണ് എന്ന്, ഇതിന്റെ സംഭവങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് അട്ടിമറിച്ചവരെ നമ്പി നാരായണനെ ആദ്യം വിളിച്ച പേര് എന്ന് പറയുന്ന രാജ്യദ്രോഹിയാണ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയുടെ പരാമർശവും CBIയുടെ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ CB മാത്യൂസ് ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരെ എന്തു പേരാണ് അല്ലെങ്കിൽ എന്ത് വിശേഷണമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്പി നാരായണനെ എങ്ങനെയാണോ ആക്ഷേപിച്ചത് അതുപോലെയാണ്. ഇതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ നിരന്തരം 10 വർഷം 9 വർഷം 10 വർഷം നമ്മുടെ കർമ്മവേദിയുടെ പ്രവർത്തകർ, ഞങ്ങളുടെ എല്ലാ സമരങ്ങളിലും പങ്കെടുത്ത ഒരാളായിരുന്നു O രാജഗോപാൽ, രാജേട്ടൻ. ഞങ്ങൾ സെക്രട്ടറിയേറ്റിന് മുമ്പിലും അതുപോലെ തന്നെ പല സമരങ്ങളും അതുപോലെ സെമിനാറുകളും ഇതുമായി ബന്ധപ്പെട്ട് കേസും, ഹൈക്കോടതിയിൽ കേസും അതുപോലെ തന്നെ ഇവിടെ CJM കോടതിയിൽ കേസും. ആരുണ്ടായിരുന്നു? ആദ്യം നമ്പി നാരായണ സഹായിക്ക, രാജശേഖർ പത്രപ്പ, അവരൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ സത്യമാണ്. പിന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ ഞങ്ങൾ സംഘടിപ്പിച്ച സമരത്തിൽ ഇന്നത്തെ മന്ത്രിമാരായിരിക്കുന്ന 2 പേർ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ഏകദേശമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്പി നാരായണനോടോ ഇതുമായി ബന്ധപ്പെട്ടവരോടോ ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, തൃശൂർ പാർലമെന്റ് K മുരളീധരൻ പരാജയപ്പെട്ടല്ലോ. അല്ലെങ്കിൽ നമ്പ്യാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. K മുരളീധരൻ ഇപ്പൊ ദുഃഖിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് കാണിച്ച ചതിയാണ്. നിങ്ങൾക്കറിയോ, നമ്പി നാരായണന് 2011 ഞങ്ങളുടെ സ്വീകരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനും KK രാമേന്ദ്രൻ മാഷും ജോസ് കുറ്റിയാനിയും അതുപോലെ തന്നെ അന്ന് ചെറിയാമ്പിൽ വന്നില്ല. ഞങ്ങൾ K മുരളീധരനുമായി ആലോചിച്ച് ഞങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നമ്പി നാരായണൻ ഒരു സ്വീകരണം കൊടുക്കാൻ പോകുന്നു. അത് ഇനാഗുറേറ്റ് ചെയ്യുന്ന ISRO മുൻ ചെയർമാൻ മാധവൻ നായരാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്ക്രീൻ ചെയ്യാനും അത് കഴിഞ്ഞ് പോസ്റ്റർ ബാക്കി എല്ലാ ഡിസൈനും അദ്ദേഹം പറഞ്ഞത്, കോടതി പറയുന്നത് വരെ ഏതറ്റം വരെയും എൻ്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഉണ്ടാകും, നിങ്ങൾ ധൈര്യമായി പോരാടണം എന്ന് പറഞ്ഞ മുരളീധരൻ ഈ സ്വീകരണം നടക്കണേന്റെ അന്ന് 4 മണി മുതൽ 6:30 മണി വരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ആ പ്രോഗ്രാമിലാണ് ബഹുമാനായ ISROയുടെ മുൻ ചെയർമാൻ മാധവൻ നായർ പറഞ്ഞത്, ISRO ചാരക്കേസ് CBI അന്വേഷിച്ചില്ലെങ്കിൽ 100-ലധികം ശാസ്ത്രജ്ഞന്മാർ ജയിലിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അബ്ദുൾ സമദാനി നിയമസഭയെ ചോദിച്ചു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത് അരി എത്രയെന്ന് വെച്ചപ്പോ പയറഞ്ഞാടി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നടന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിലെ കോൺഗ്രസ് സമൂഹം, അതുപോലെ തന്നെ K മുരളീധരൻ അച്ഛനോട് നീതി പുലർത്താതെയും അച്ഛനെ ചതിച്ചത് കൊണ്ടാണ് തൃശ്ശൂരിൽ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയത്. മറുപടി പറയണം കേരള സമൂഹത്തോട്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പറയാറുണ്ടല്ലോ, അദ്ദേഹം പല കാര്യങ്ങളിലും നിലപാട് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞില്ല? അന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് 7 മണിക്ക് ശേഷം ഫോൺ ഓൺ ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്.
അതിന് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നിരവധി തന്നെ ജെയിൻ കമ്മീഷന്റെ വന്നല്ലോ. എന്തുകൊണ്ട് മുരളീധരൻ പറഞ്ഞില്ല രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പൊ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെയും അല്ല ആരെയുമായി ഒറ്റുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ വക്താവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ വിധി എന്ന് പറയുന്നത് നാളെയെങ്കിലും മുരളീധരൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ആ മനുഷ്യനെ തെരുവിലിട്ട് ചാരനാക്കി രാജ്യദ്രോഹിയാക്കി കെ കരുണാകരനെ, അദ്ദേഹത്തിന്റെ കൂടെ നിരപരാധിത്വം തെളിയിക്കാൻ പോരാടിയ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ മുമ്പ് പോലും ഒളിച്ചു കളിച്ച ആളാണ് മുരളീധരൻ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് നിങ്ങളെ സ്റ്റുഡിയോയിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് എത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അഭ്യർത്ഥിക്കുകയാണ്, ഇത് നിങ്ങൾ നിർത്തരുത്. ഇതിന് ഏറ്റവും അധികം സഹായിച്ചത് താങ്കൾ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇത് മുതൽ ഇത് പല ഡിസ്കഷൻസ് ഉണ്ടാവണം. കോൺഗ്രസിന്റെ നേതാക്കൾ അഭിപ്രായങ്ങൾ പറയണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കേരളത്തിലെ നമ്മുടെ നാട്ടിൽ എത്രയോ നിരപരാധികൾ ഇതുപോലെ പോലീസിന്റെ ഗൂഢാലോചനയും രാഷ്ട്രീയ ഗൂഢാലോചനയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു സർ. അല്ല, വളരെ സന്തോഷം നമ്പി നാരായണൻ പറഞ്ഞത് അതാണ്. കാരണം അദ്ദേഹത്തിന് കേസുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു, നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാർ ഇതുപോലെ പോലീസ് അതിക്രമങ്ങളിൽ പെട്ടാൽ, അങ്ങനെ അവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ശിക്ഷിക്കപ്പെടും, ഒരു സംശയവുമില്ല. പക്ഷേ നമ്പി നാരായണൻ്റെ ആ നിശ്ചയദാർഢ്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യം അത് ഗുണം ചെയ്തു. എന്തായാലും CBI ഗൂഢാലോചന കേസിൽ 5 ഉദ്യോഗസ്ഥർ, 3 കേരള പോലീസിലെ 3 മുൻ ഉദ്യോഗസ്ഥർ, അതുപോലെ IB-യിലെ 2 മുൻ ഉദ്യോഗസ്ഥർ, ഇവർ പ്രതികളാണ്. ഇവരാണ് ഇത് ഗൂഢാലോചന നടത്തിയത് അല്ലെങ്കിൽ ഈ കേസ് കെട്ടിച്ചമച്ചത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു.